ബനു ഇസ്രായേൽ കാലഘട്ടത്തിലുള്ള ഒരു രാജാവും അദ്ദേഹത്തിൻ്റെ സ്ഥാനമാനത്ത് ഒത്തിട്ടു ഒരു നല്ല ഭവ്യമായ ഒരു അരമന ഉണ്ടാക്കിയിട്ട് ദേശവിദേശത്തെ ഒരുപാട് അതിഥിങ്ങ അതിൻ്റെ ഉദ്ഘാടനങ്ങൾ വന്നാൽ എല്ലാവരും പാടിയിട്ട് പുകലിയാർ. എല്ലാവരും വർണ്ണിച്ചെത്ര മെയ്യാവല്ല അരമനയുടെ ആ ചന്ത കണ്ടത്. ആ കൂട്ടത്തിൽ ഒരു ആലിമിൻറ്റ് അയാളൊന്നും ചെന്നില്ല. അപ്പോൾ രാജാവ് സഹജമായിരുന്ന ആലിമിനോട്ടൊക്കെ എടുത്ത് നീ എന്തെങ്കിലും ജണ്ട് പലക്കുന്ന എൻ്റെ അരമനെ സംബന്ധിച്ച് ചെല്ലില്ലേ. അപ്പോൾ ഈ ആലിമി ചൊല്ല് ചെല്ലുമെന്നൊക്കെ ചെമ്മീൻത്ത്. പക്ഷേ മുഖ്യമായിട്ട് ഈ അരമൻ്റെ ജണ്ട് ഫോൾട്ട് എന്നൊക്കെ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് എന്നൊന്നും ചൊല്ലുക മനസ്സ് വന്നിട്ടില്ല. രാജാവ് ചെന്ന് എന്തൊരു ഫാൾട്ട് ചെല്ലറു അത് എത്ര കോട്ടി ചിലവാക്കിയിട്ടെങ്കിൽ ആ ഫാൾട്ട് ഞാൻ സമാക്കടെ. അപ്പോൾ ആ ആലിമി ചെന്ന് കോട്ടി ചിലവാക്കിയിട്ട് സമാക്കട പോലത്തെ ഫാൾട്ടല്ല. ഒന്നാമത്തെ ഫാൾട്ട് ഈ അരമനെ എത്ര ചന്തായെങ്കിലും എത്ര വിശാലമായിട്ടുണ്ടെങ്കിലും ഒന്നാൾ നിങ്ങളെ റൂഹ് പിരിയലോട് കൂടെ ഈ അരമൻ നിന്നിട്ട് നിങ്ങളെ പുറത്ത് തള്ളപ്പെട്ടാൽ നിങ്ങൾ ബലവന്തമായി ഈ അരമൻ നിന്നിട്ട് നിങ്ങളെ പുറത്താക്കപ്പെടരുത്. രണ്ടാമത്തത് നിങ്ങളെ കാലാനന്തര ഈ അരമനെ ഈ മുന്നോട്ട് വന്നതായ രാജാക്കന്മാർ ഫിർഔനും ഖാറൂനും പോലത്തെ രാജാക്കന്മാരെ അരമനെ ആ കോട്ട കൊത്തരങ്ങൾ എങ്ങനെ നാശമായി പോയിട്ടാ എങ്ങനെ ശിഥിലാവസ്ഥയ്ക്ക് എത്തിയിട്ട അതുപോലെ നിങ്ങളെ അരമനയും ശിഥിലാവസ്ഥയ്ക്ക് എത്തുകൊണ്ട് രാജാവേ ചെന്നപ്പോൾ രാജാവ് വല്ലാത്ത ബേജാറായി. രാജാവ് ചെന്ന് അപ്പെങ്കിൽ നിങ്ങൾക്ക് ശാശ്വതമായിട്ട് ജീവിപ്പുള്ള അരമന അല്ലേ ഇത്. ഇപ്പോൾ ആലിമ ചെന്ന് ഖണ്ഡിതമായിട്ട് നിങ്ങൾക്ക് ശാശ്വതമായിട്ട് ജീവിക്കവും ഒരിക്കലും ജീവിച്ചു പോവാത്തതായ ഒരു അരമനെ സംബന്ധിച്ച് നിൽക്കുന്നതാണ് ചെന്ന് തരട്ട ഖണ്ഡിതമായിട്ട് ചെന്ന് തരും എങ്കിൽ സ്വർഗീയ അരമനകൾ ആ സ്വർഗത്തിൽ നിർമ്മിക്കപ്പെട്ട അള്ളാഹുവിൻ്റെ ഭവനങ്ങൾ അത് ഒരിക്കലും അതിൽ ഒരാൾ പ്രവേശിച്ചിട്ടുണ്ടായെങ്കിൽ അതിൽ ഒരാളുടെ മാലിക്കായിട്ട് നിയമിച്ചിട്ടുണ്ടായെങ്കിൽ അതിൽ നിന്ന് ഒരിക്കലും മനുഷ്യരെ പുറത്താക്കപ്പെടില്ല. മാത്രമല്ല അത് ഒരിക്കലും ദ്രവിച്ചു പോണ്ടേ അല്ലെങ്കിൽ ശിഥിലാവസ്ഥയ്ക്ക് എത്തുന്നതായ അരമനകളല്ല. ശാശ്വതമായിട്ട് സ്വർഗീയ ആരാമങ്ങളിൽ ജീവിക്കുള്ള ഒരവസ്ഥ ഉണ്ടാക്കുന്നുണ്ടായെങ്കിൽ അതിന് ദുനിയാവിൽ അങ്ങനെ ധാരാളം സൽക്കർമ്മ ചെയ്തിട്ട് പ്രവർത്തിക്കുന്നു രാജാവേ ചെന്നപ്പോൾ രാജാവ് തെളിഞ്ഞ മനസ്സിലെ ആളായതുകൊണ്ട് ആ അരമന രാജാവ് പോലും മനസ്സാക്കാണ്ട് വിവാദത്തിൽ നിരത്തരാകും തീരുമാനിച്ച ചരിത്രവും സാധ്യവും അള്ളാഹു നമുക്കും ഇങ്ങനെയുള്ളതായ ദുനിയാവിടെ ലോകത്തിൽ കുറേ ഇങ്ങനെ പ്രവർത്തിക്കടാണ്ടി ആഹൃതമായി പ്രവർത്തിക്കുമ്പോൾ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.